ഹലോ. അപ്പോൾ ഇന്നൊരു വീക്കെൻഡായിട്ട് ഞാനും ഇക്കായും കൂടി ഒന്ന് ദുബായ് വരെ പോവാണ്. അപ്പോൾ ഒരാവശ്യത്തിന് വേണ്ടി പോകുന്നതാണ്. നോക്കണ്ട, എൻ്റെ ഇക്ക ഇങ്ങനെ വികാരമില്ലാണ്ടിരിക്കുന്നത് കാണാം. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചുകൊണ്ടും ഇരിക്കും. ഓരോ സമയത്ത് ഓരോ എക്സ്പ്രഷനും ഇട്ട് ഒരു ആവശ്യമില്ലാണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കോയിൻ ബിൽഡിംഗ്. ഗുബൂസ് ബിൽഡിംഗ് എന്നും വിളിക്കാറുണ്ട്. ശരിക്കും നമ്മൾ ദുബായിലേക്ക് ഇന്ന് പോകാനുള്ള കാരണം, നമ്മൾ ഈവനിങ്ങാണ് ഇറങ്ങിയത്. ഒരു ആവശ്യം ഉണ്ടായിരുന്നു. സോ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഇറങ്ങി ഓടിയതാണ്. അവിടെ 9 മണി നമ്മൾ ക്ലോസ് ആക്കുമെന്ന് പറഞ്ഞു. നമ്മളൊരു 6:45 7 മണിയായപ്പോൾ അവിടെ നിന്ന് തിരിച്ചു. അവിടെ ശരിക്കും നമ്മൾ അവിടെ നിന്ന് ഒരു 1 hour മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഒരു 6:45 അപ്പോൾ കറക്റ്റായിരുന്നു. നമ്മൾ സമയത്ത് തന്നെ അവിടെ എത്തി. കാര്യം എന്താണെന്നുള്ളത് ഞാൻ പുറകെ പറയും അടുത്ത വീഡിയോയിൽ, അല്ലെങ്കിൽ അത് ഓക്കെ ആകുമ്പോൾ പറയുന്നതായിരിക്കും. സോ രാത്രി ആയ കാരണം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും വീക്കെൻഡ് ആയ കാരണം അതിൻ്റെതായ തിരക്കുകളും ഉണ്ടായിരുന്നു. അവിടെ എത്തിയിരിക്കുന്നു പ്ലീസ്. അപ്പോൾ അവിടെ നിന്നൊരു 1 hour കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ബുർജ് ഖലീഫ കണ്ടു. ബുർജ് ഖലീഫ നല്ല ഭംഗിയില്ലേ കാണാൻ, ദൂരെ നിന്ന് കണ്ടു. ഓക്കെ, പിന്നെ ഒന്ന് ഫ്രഷ് ആവാൻ പമ്പിൽ കയറിയായിരുന്നു. അടുത്ത പോയ സ്ഥലമാണ് ഈ കാണുന്ന ജുമേറ ബീച്ച്. ഇതൊരു നൈറ്റ് ബീച്ചാണ്. 24/7 hours ഇവിടെ സ്വിമ്മിങ് അലൗഡാണ്. എപ്പോൾ വേണോ, ആർക്ക് വേണോ, എങ്ങനെ വേണോ ഒന്ന് സ്വിം ചെയ്യാം. ഇവിടെ വാക്കിംഗ് ഏരിയ ഉണ്ട്, പിന്നെ ജിമ്മിൻ്റെ വർക്കൗട്ട് ഏരിയ ഉണ്ട്, പിന്നെ വീൽ ചെയർസ് ഇവിടെ അവൈലബിൾ ആണ്. ഡിസേബിൾഡ് ആയിട്ടുള്ള പീപ്പിൾസിന് ഇത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്, വാക്കിംഗ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഈ ബ്രിഡ്ജ് വഴി നടന്ന് നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാം. വീക്കെൻഡ് ആയിരുന്നു, നല്ല തിരക്കായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരുപാട് പേരുണ്ട് അവിടെ. സോ ഒരുപാട് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അപായം കൂടെ ആയ കാരണം അധികം വെള്ളത്തിലോട്ട് അങ്ങോട്ട് കളിക്കാൻ പറ്റില്ല. പിന്നെ കുറച്ചൊക്കെ അവിടെ നിന്ന് കറങ്ങി വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത്, പിന്നെ വെള്ളത്തിൽ ഞാൻ മാത്രം ഇറങ്ങിയിട്ടില്ല. പിന്നെ നല്ല ചൂടായ കാരണം ഒരുപാട് ടൈം നിൽക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ലൊക്കേഷൻ പിൻ ചെയ്ത് കൊടുക്കാം, എല്ലാവരും പോയി നോക്കണം. അടിപൊളി ഒരു ബീച്ചാണ്. നമുക്ക് നൈറ്റ് വീക്കെൻഡ്സ് ആയാലും അല്ലാത്ത ദിവസങ്ങളിലായാലും ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്പോട്ടാണിത്. സോ വീക്കെൻഡ് അല്ലാത്ത ഡേയ്സ് പോകുന്നത് കുറച്ചുകൂടെ നല്ലത്. തിരക്ക് കുറഞ്ഞ് നമുക്ക് സമാധാനമായിട്ട് അവിടെ ഇരിക്കാൻ പറ്റും. പിന്നെ കുറേ നേരം അവിടെ നിന്ന് പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഇങ്ങനെയും നിന്നു. പക്ഷെ ചൂട് സഹിക്കാൻ പറ്റാണ്ടായി തുടങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. നല്ല കാറ്റും ഉണ്ടായിരുന്നു അന്ന്. പിന്നെ 12-1 മണിയായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോസ്. അപ്പോൾ എന്തായാലും എല്ലാവരും പോയി നോക്കുകയും വേണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത്. സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ബൈ.